മലപ്പുറം വെട്ടിച്ചിറയിൽ തീപിടുത്തം. ദേശീയപാതയ്ക്ക് സമീപത്തെ ചായക്കടക്കാണ് തീപിടിച്ചത്. അപകടം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. സമീർ, പേടിപ്പെടുത്തുന്ന ദൃശ്യമാണ്. ആ ഗ്യാസ് സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ച് ആകാശത്തേക്ക് ഉയരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. ആളുകൾ ആ കടയിലോ സമീപത്തോ ഉണ്ടായിരുന്ന ആളുകളൊക്കെ സുരക്ഷിതരാണോ? ഗോകുൽ, കടയിലും ഒപ്പം തന്നെ പുറത്തുമുണ്ടായിരുന്ന എല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 12 മണിയോട് കൂടെയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. വെട്ടിച്ചിറക്ക് സമീപം ഈ ടോൾ പ്ലാസയ്ക്ക് അടുത്തുള്ള ചായക്കടയിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടാകുന്നത്. പിന്നാലെ ഈ ചായക്കട പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആദ്യം ഈ ഗ്യാസ് സിലിണ്ടറിന്റെ ഭാഗത്ത് നിന്ന് തീ പടരുകയും പിന്നാലെ അത് വ്യാപിക്കുകയുമായിരുന്നു. അതിനിടയിൽ ഗ്യാസ് സിലിണ്ടറുകൾ തുടർച്ചയായി പൊട്ടിത്തെറിച്ചതാണ് അവ ഈ തീപിടുത്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ ചായക്കടക്ക് സമീപം ഉണ്ടായിരുന്ന ഈ പ്ലൈവുഡ് ഷോപ്പിലേക്കും തീ പടരുകയും പ്ലൈവുഡ് ഷോപ്പും പൂർണ്ണമായും കത്തി നശിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. 3-ലധികം യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചിരിക്കുന്നത്. തീ ഉണ്ടാകുന്ന സമയത്ത് ഈ ചായക്കടക്കകത്തും പുറത്തുമൊക്കെ നിരവധിയായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. തീ പടരുന്നത് കണ്ട് ആളുകളൊക്കെ തന്നെ പുറത്തേക്ക് ചിതറി ഓടുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്. അത് തുടർച്ചയായി ഉഗ്ര ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിച്ചോട് കൂടിയാണ് ആളുകൾ ഭയപ്പെട്ട് ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ശരി, വെട്ടിച്ചിറയിൽ ഈ ഗ്യാസ് പൊട്ടിത്തെറിച്ചത് വലിയ സ്ഫോടനം കണക്കെയാണ് ആ തീഗോളങ്ങൾ ഉയർന്നത്. ഏതായാലും ആളുകൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിയതുകൊണ്ട് ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെടാനായി. സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.